നമ്മുടെ കൊച്ചു കേരളത്തിലെ മിടുക്കികളായ കുറേ പെൺകുട്ടികൾ പഠിക്കുന്ന ഒരു ഗേൾസ് ഓൺലി സ്കൂൾ. ഒരു +2 പരീക്ഷാകാലത്ത് ആ സ്കൂളിലെ ഒരു ദിവസവും അവിടെ നടക്കുന്ന രസകരമായ ചില സംഭവങ്ങളുമായി ഇതാ ഭൂമി ലേഡീസ് നിങ്ങൾക്ക് മുമ്പിൽ. എടി ഞാൻ തോക്കും ഉറപ്പാ. എനിക്കാണെങ്കിൽ ഈ ടെൻഷൻ വരുമ്പോ വിശപ്പങ്ങ് കൂടും. നിനക്ക് എന്നാടി ഇത്ര സന്തോഷം? നിനക്ക് പരീക്ഷ ഭയങ്കര എളുപ്പമായിരുന്നോ? അതൊക്കെ കണക്കായിരുന്നടി. പിന്നെ ഇത്തവണ തോറ്റാൽ എന്നെ കെട്ടിച്ചു വിടുന്നതാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് വേണം എനിക്ക് കല്യാണ പെണ്ണായിട്ട് ഒരുങ്ങിയൊന്ന് വരാൻ. അതേ, നീ ആ കഴിഞ്ഞ ആഴ്ചയിട്ട് ആ ലിഫ്റ്റിക്കില്ലേ അത് ഇട്ടാ മതിയേ. നിന്റെ ഒക്കെ ഒരു യോഗം. എന്റെ അച്ഛൻ പറഞ്ഞേക്കണ ഈ തവണ ഞാൻ തോറ്റ എനിക്ക് പശുവിനെ മേടിച്ചായിരുന്നു. പോടി ദുഷ്ടകള്. ഇത്ര നല്ലൊരു അച്ഛൻ എവിടെ കിട്ടും? തോറ്റാലും നിനക്കൊരു ബിസിനസ് അല്ലേ ശരിയാക്കി തരണേ. All of you, please be quiet. Teacher, paper ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. You girls are going to be screwed. ആഹാ, അടിപൊളി. സ്ക്രൂവോ? അവളുടെ ഒരു ഇംഗ്ലീഷ്. നിനക്ക് അല്ലെങ്കിലും ഒരു സ്ക്രൂവിന്റെ കുറവുണ്ട്. നീ കളിയാക്കിക്കോ, മാർക്സ് വരുമ്പോൾ കാണാം. ആണ്ട് വരുന്ന ടീച്ചർ. ഗുഡ് മോർണിംഗ്. എല്ലാരും ഇരിക്കോ? എന്താ ഒരു സന്തോഷം എല്ലാവർക്കും. ഇപ്പൊ ശരിയാക്കി തരാം. പേപ്പറും കൊണ്ടാ ഞാൻ വന്നേക്കുന്നത്. ഷീന, എങ്ങനെയുണ്ടായിരുന്നു എക്സാം? അടിപൊളിയായിരുന്നു ടീച്ചറെ. ഞാൻ ഉറപ്പായിട്ടും ജയിക്കും. ആത്മവിശ്വാസം നല്ലതാ. മുട്ടയോ? എവിടെ? പൊരിച്ചതാണോ പുഴുങ്ങിയതാണോ? ഒന്നും മിണ്ടായിരിക്കന്നെ വിശാലു. ഈ ഒരൊറ്റ വിചാരേ ഉള്ളൂ. സീമ, എത്ര നാളായിപ്പോ ഇവിടെ? 2-3 വർഷമായില്ലേ? ഇത്തവണയെങ്കിലും ജയിക്കുവോ? ഇത്തവണ എന്തായാലും നടക്കും. എന്ത്? കല്യാണം. മിഷാലു, എന്തോ? എന്താ ഇത്? അപ്പൊ എല്ലാരും ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ. നമ്മുടെ മിഷാലു 100 ചില്ലുവാനും പേപ്പറാണ് വെച്ചിരിക്കുന്നത്. ഒരു ഗ്രന്ഥമാക്കിയാലോ എന്ന് ഞാൻ വിചാരിച്ചു. അതവള് കപ്പലണ്ടി പൊതിഞ്ഞോണ്ട് വന്ന പേപ്പർ കൂടെ വെച്ചിട്ടുണ്ടാവും ടീച്ചറെ. രചന വലിയ വാചകമൊന്നും അടിക്കണ്ട. നീയും ഗംഭീര പെർഫോമൻസ് ആ കാഴ്ച വെച്ചിരിക്കുന്നത്. എന്താ നോക്ക്. ഒരു 1/2 മാർക്കും കൂടി ടീച്ചറെ. അഭയാ, ചിതം കേശവ രാമനാരായണം ജയിക്കണേ ഈശ്വര ജയിക്കണേ. അഭയ, പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, പഠിക്കോടെ വേണം. ഇനി അടുത്തത് ടീന. കോപ്പി അടിച്ചതും പോരാ, അതിന്റെ ബിറ്റും കൂടെ കെട്ടി വെച്ചിരിക്കുന്നു. അയ്യോ, ഞാനത് മാറ്റി വെച്ചില്ലായിരുന്നോ? ഇല്ലായിരുന്നു. പൂജ. എല്ലാരും കണ്ടു പഠിക്കേണ്ടതാ കേട്ടോ. പിന്നെ മിടുക്കി, നന്നായി എഴുതിയിട്ടുണ്ട്. Thank you, ma'am. I've always been very grateful for your time and effort you put in teaching me. I feel so happy. ഓക്കെ. ഇരുന്നു. ഇവിടെ കൊണ്ട് തോറ്റു. ഇരിക്കേ. അടുത്തത് ജസ്ന. ഇത് എന്ത് ഭാഷയാണ് ജസ്ന? ഒന്നും മനസ്സിലാവണില്ലല്ലോ. കോഡ് ഭാഷയിലാണോ എക്സാം എഴുതുന്നേ? അല്ലപ്പാ, നിങ്ങക്ക് മലയാളം തിരിയൂലേ? ഇതാണ് നമ്മുടെ കണ്ണൂർ ഭാഷ. ഭാഷയൊക്കെ അവിടെ നിൽക്കട്ടെ. എക്സാമിന് പക്ഷേ മനസ്സിലാവുന്ന പോലെ വേണം ഉത്തരം എഴുതാൻ. ആ യൂണിഫോം എങ്കിലും ഒന്ന് വൃത്തിക്കൊക്കെ ഇട്ട് മുടിയൊക്കെ ഒന്ന് കെട്ടി വെച്ച് വന്നുകൂടെ? ഇതിലും ഭേദം ആ ബോയ്സ് സ്കൂളിലെ ചെക്കന്മാരാ. അപ്പൊ ശരി, എല്ലാവരും നന്നായി പഠിക്കുക. ഉച്ച കഴിഞ്ഞാൽ വൈവ ഉണ്ടാവും. പരീക്ഷയ്ക്കോ മാർക്കില്ല, വൈവയെങ്കിലും നന്നായി ചെയ്യാൻ നോക്ക് കേട്ടോ. ബോയ്സിന്റെ കാര്യം പറഞ്ഞപ്പോളാ ഇന്നമാരെ ഒന്നും കണ്ടില്ലല്ലോ. വാടി, നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം. എടുത്തേക്കാ, വൈവപ്പ് തുടങ്ങൂലേ? കഷ്ടായി പോയി. ഇന്ന് ആരാണാവോ ഇൻവെസ്റ്റിഗേറ്റർ ആയിട്ട് വന്നെ? Invigilator, not investigator. പാവം വല്ല ടീച്ചർ വന്നാ മതിയായിരുന്നു. Good afternoon, students. Good afternoon, teacher. അപ്പോൾ വൈവയ്ക്ക് എല്ലാവരും ഇനി റെഡി ആണല്ലോ അല്ലേ?
എന്നാ ഇനി നിങ്ങൾ എല്ലാവരും പുറത്തു പോയിരിക്കുക. ഞാൻ റോൾ നമ്പർ അനുസരിച്ച് വിളിക്കാം. അപ്പൊ ഉള്ളിലേക്ക് വന്നാൽ മതി. റോൾ നമ്പർ 1 അഭയ. ഓക്കെ. വാട്ട് ഈസ് ട്രാൻസ്മിറ്റർ അഭയ? ട്രാൻസ്മിറ്റർ എനിക്കറിയാൻ പാടില്ല ടീച്ചറ്. എന്തിനാ ഇങ്ങനെ മോങ്ങുന്നേ? എങ്ങനെയെങ്കിലും ഒന്ന് ജയിപ്പിച്ചാണ് ടീച്ചറ്. പാവപ്പെട്ടവളാണ്, ജയിച്ചില്ലെങ്കിൽ അച്ഛനമ്മയെ തല്ലിക്കൊല്ലു. ഓ ഇങ്ങനെ കരയില്ല എന്റെ കൊച്ചേ. എന്നാ പിന്നെ നീ ആ ഫിസിക്സിന്റെ സ്പെല്ലിംഗ് ഒന്ന് പറ. ഫിസിക്സ് എനിക്കറിയാം. PSQYING ഫിസിക്സ്. അതെ. എനിക്ക് പോ നിനക്ക് ഞാൻ പാസ് മാർക്ക് തരാം. അത് പുറത്തേക്കാരും മിണ്ടരുത്. പക്ഷെ താങ്ക് യു ടീച്ചർ, താങ്ക് യു. അത് മതി. എങ്ങനെ ഉണ്ടായിരുന്നടി? പാവം ടീച്ചറാടി, എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ജയിപ്പിച്ചു വിടും. റോൾ നമ്പർ 2 ഷീന. ഷീന മാഡം എന്താ പല്ല് തേച്ചത് കാണിക്കുകയാണോ? ഓക്കെ. വാട്ട് ഈസ് ഒപ്റ്റിക്കൽ ഫൈബർ? ഒപ്റ്റിക്കൽ ഫൈബർ ഈസ് എ സൂപ്പർ ഫൈബർ. ഇങ്ങനെ ഷൂന്നിരിക്കും. ബാക്കി പറ. പിന്നെ അതിന്റെ അറ്റത്ത് ഇങ്ങനെ മഞ്ഞയും നീലയും പച്ചയും തിളങ്ങി 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 അങ്ങനെ കത്തൂല്ലേ? ഞാനൊരു ടീച്ചറായി പോയി, അല്ലെങ്കിൽ ഞാൻ നിന്ന് ഇവിടെ കത്തിച്ചേനെ നിന്നെ. എനിക്ക് പോ. താങ്ക് യു ടീച്ചർ. റോൾ നമ്പർ 3 പൂജ. ഓക്കെ. പഠിച്ചോ പൂജ? 2 months ആയിട്ട് ഞാൻ റിവൈസ് ചെയ്യുവാണ് ടീച്ചറെ. ഓ കോൺഫിഡന്റ് ആണല്ലേ. ഓക്കെ ദെൻ വാട്ട് ഈസ് അനലോഗ് ആൻഡ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേറ്റർ? ടീച്ചർ അതിന്റെ ഡിഫറൻസ് ആണോ ഉദ്ദേശിക്കുന്നത്? അല്ല, വാട്ട് ഈസ് അനലോഗ് ആൻഡ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേറ്റർ? Well, analog and digital communication is the communication between the two magnetic poles of the earth and individuals and the organization and the communities and the India. ആഹാ. എന്നാ വാട്ട് ഈസ് മൈക്രോ മൂഞ്ചി ഗുളുഗുളു? Micro Munji Gulugulu is the gulugulu of the molecules when the atoms where the chemical reactions happen between the Munji and the Gulugulu, causing explosion of the country. ആഹാ, ഇങ്ങനൊരു ചോദ്യമേ ഇല്ല. പക്ഷെ നീ ഇതിന് ഉത്തരം തന്നു. ഭയങ്കരം തന്നെ. Go and do something for the country. Thank you, ma'am. Roll number 4 Seema. ഇരിക്കെ. ഓക്കെ. വാട്ട് ഈസ് കപ്പാസിറ്റർ? Capacitor is എന്താ കപ്പാസിറ്റർ എരിയുന്നുണ്ടോ? അല്ല ടീച്ചർ, ആ നീല ബുക്കിന്റെ 4ാമത്തെ പേജിന്റെ 3ാമത്തെ പാരഗ്രാഫിന്റെ അടിയിൽ ഞാനൊരു പൊട്ടൊട്ടിച്ചിട്ടുണ്ട്. അതെ, അവിടെയാണ് ടീച്ചർ ആൻസർ. അവിടെയാണല്ലോ ആൻസർ. എന്നത് അവിടെ തന്നെ ഇരിക്കട്ടെ. ഓ ഇങ്ങനെ ഒരുങ്ങിയൊക്കെ വരാനറിയാം, ഉത്തരം ഒന്നും അറിയില്ലല്ലോ. ഒരുങ്ങാനും വേണ്ട ഒരു കോലം. ഓ ഇനി ഞാൻ വല്ലതും പറഞ്ഞത് എനിക്ക് തന്നെ പണിയാ. ഓക്കെ, പൊയ്ക്കോ. അയ്യോ ടീച്ചർ, മാർക്കോ? അതാ വെള്ള പേപ്പറിന് നടുക്കായിട്ട് ചുമല വരയുടെ മുകളിൽ ഉണ്ടാവും കേട്ടോ. താങ്ക് യു ടീച്ചർ. റോൾ നമ്പർ 5 മിഷാലു. ഇരിക്കി മിഷാലു. ഓക്കെ. വാട്ട് ഈസ് എനർജി? എനർജി എന്ന് പറയുമ്പം എനിക്ക് ഏറ്റവും പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഭക്ഷണത്തെ പറ്റിയാണ് ടീച്ചറെ. ഭക്ഷണം എന്ന് പറയുമ്പോൾ നല്ല തേങ്ങയരച്ച കപ്പയും മുളകിട്ട് വെച്ച മീൻകറി. എന്താ സ്വാദ്! ഓർക്കുമ്പോൾ തന്നെ വായിൽ കപ്പലോടുന്നു. കപ്പയുടെ കൂടെ പിന്നെ ബീഫ്. ബീഫ് കൊള്ളാം. ബീഫിൻ്റെ കൂടെ പിന്നെ പൊറോട്ട. അതാണ് അതിൻ്റെ കോമ്പിനേഷൻ. അല്ല, നമ്മളിപ്പോ എവിടെയാ പറഞ്ഞു നിർത്തിയേ? ഫുഡ് അല്ല, എനർജി. ഓ എന്റെ എനർജി തീർക്കാതെ ഒന്ന് ഇറങ്ങി പോവോ പ്ലീസ്? വെറുതെ മനുഷ്യനെ കൊതിപ്പിക്കാൻ. താങ്ക് യു ടീച്ചറെ. റോൾ നമ്പർ 6 രചന. എന്തൊക്കെയാണ് 2 ഡയോഡുകൾ രചന? ഒന്ന് പോ ടീച്ചർ.
എന്റെ ഡയോഡുകൾ എന്തൊക്കെയാന്നാ ഞാൻ ചോദിച്ചേ. ആ ആ ആ, ആണോട് രണ്ടാമത്തെ ഇപ്പൊ പറയാം ഞാനൊരു ക്ലൂ തരാം. കാതോട് കാതോരം തേൻ ചോരുമാമന്ത്രം മാ ടീച്ചർ. മൈനാകം കടലിൽ മുങ്ങുന്നുവോ, നിറമുള്ള മേഘങ്ങളാൽ ശിശിര. ഷാ വേണ്ട ടീച്ചറെ, ഷാ വെച്ച് എനിക്ക് പറ്റില്ല. ഞാൻ ഷാ വെച്ച് വാഴട്ടെ. ചാവച്ച് ചവിട്ട് ഞാൻ. ദൈവമേ, എല്ലാ ഫ്രോഡുകളാണല്ലോ ഇവിടെ വന്നേക്കണേ. രസ പുറത്തു പോയി പഠിക്കോട്ടാ. താങ്ക് യു ടീച്ചർ. Roll number 7, Tina. ആഫ്റ്റർനൂൺ ടീച്ചർ. ഓ, എന്താ ഇന്നലെ ഉറങ്ങിയില്ലേ? രാത്രി മുഴുവൻ ഉറക്കളച്ചിരുന്ന് എഴുതുമായിരുന്നു ടീച്ചറെ. എന്ത് ബിറ്റായിരിക്കും. ഓ അല്ല ടീച്ചർ, പഠിക്കുമായിരുന്നു. ഓ, പഠിക്കായിരുന്നു അല്ലേ? ഓക്കെ. എന്നാ വാട്ട് ഈസ് ക്വാണ്ടം മെക്കാനിസം? It is a fundamental theory in physics that describes the behavior of nature at and below the scale of atoms. Well done. Okay, what is thermodynamics? Thermodynamics. It is a branch of physical science that deals with the relation. ബിറ്റായ വൃത്തിയായി എഴുതണം, അല്ലെങ്കിൽ കണ്ണാടി വെക്കേണ്ടി വരും. ഫുൾ മാർക്ക് ഇടല്ലേ ടീച്ചറെ, കൂടെയുള്ളവർക്ക് ഈഗോ അടിക്കും. ഓ, എന്താ ബിറ്റ് വെച്ചതും പോരാ, അവൾക്ക് ഫുൾ മാർക്കും വേണം. ഓ, ഇവരന്മാരൊക്കെ നമ്മൾ വെറുപ്പിച്ച് കളയും. പോയിക്കോ, വന്ന വഴി പോയിക്കോ. ടീന, നാളെ ബിറ്റ് താഴെ ഉണ്ട്, അതും കൂടെ പൊറുക്കി പോയിക്കോട്ടാ. റോൾ നമ്പർ 8, ജസ്ന. ഇരിക്കി ജസ്ന. ശരി, വാട്ട് ഈസ് മാഗ്നറ്റിക് ഫീൽഡ്? ഇതിലിപ്പോ എന്ത് ചോദ്യാണപ്പാ? മാഗ്നറ്റിക് ഫീൽഡ് അങ്ങനെ ചോദിച്ചിനി? ഇതിപ്പോ എന്നാ പറയാ? അതൊരു വല്ലാത്ത സാധനമാണപ്പാ. അതിന്റെ പുറത്തേക്കെങ്ങാൻ കേറിയാലുണ്ടല്ലോ ആകെ ചൊറയാണപ്പാ. അടുത്തേക്കും വലിച്ച് ഇടത്തേക്കും വലിച്ച് ആകെ കുഴപ്പാക്കും. ഇപ്പൊ എന്താ ഇവിടെ സംഭവിച്ചേ? ഞാൻ എവിടെയാ? ഇത് ഏതാ ഈ ഭാഷ? നിങ്ങളെന്താ ആളെ മക്കറക്ക? ഒന്നെങ്കിൽ ഇംഗ്ലീഷിൽ ഉത്തരം പറയാം, അല്ലെങ്കിൽ മലയാളത്തിൽ പറയാം, അതും അല്ലെങ്കിൽ ആംഗ്യ ഭാഷ കാണിച്ചാലും മതി. ആഹാ, എല്ലാരും എന്താ ഇവിടെ നിൽക്കുന്നേ? വാ അകത്ത് കയറി, നമുക്ക് വൈവ തുടങ്ങാം. കഴിഞ്ഞോ? എപ്പോ? ആര് നടത്തി? നീയോ? നീ എന്താ ഇവിടെ? നിന്റെ സപ്ലി ഒക്കെ തീർന്നോ? ഇല്ല ടീച്ചറെ, വൈവ കൂടെ ബാക്കി ഉണ്ടായിരുന്നു, അതിനാ ഞാൻ വന്നേ. ആഹാ, എന്നിട്ടാണ് ഇവിടെ ടീച്ചർ കളിച്ചെന്റെ പിള്ളേരെ പറ്റിക്കുന്നത്. റിപ്പോർട്ട് ചെയ്യട്ടെ പ്രിൻസിപ്പലിന്റെ അടുത്ത്? ആഹാ, അങ്ങനെ അങ്ങ് പോയാലോ ടീച്ചറെ? സീൻ ഡാർക്ക് ആക്കല്ലേ, നമുക്കുണ്ട് പിള്ളേര് ചോദിക്കാനും പറയാനും. ഓഹോ, ഇത്രയൊക്കെ ചെയ്തതും പോരാ എന്നെ വിരട്ടുന്നോ? ആ ടീച്ചറെ, ഇവളുടെ കാര്യം ഞങ്ങൾ ഏറ്റു. Cheat!